ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുള്ളൊരു നെക്ക്ലൈൻ എംബ്രോയ്ഡറി ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്തിൽ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു 10 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാണ്. ഈ ഭാഗത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ മറ്റേ ഭാഗത്തും 10 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ രണ്ട് സൈഡും 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ലൈനിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇനി അവിടെ നിന്നൊരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ താഴെയായിട്ടൊരു ബോക്സ് പോലെ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ വരച്ചു കൊടുത്ത് ഇനി നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ആ ലൈനിനെ ഒരു 2 ഇഞ്ച് 2 ഇഞ്ച് വെച്ചിട്ട് ഓരോരോ പാർട്ടാക്കി മാറ്റുക. 2 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഓരോ പാർട്ടാക്കിയിട്ട് മാറ്റി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മേലേക്കുള്ള ആ ഒരു ലൈനും നമ്മൾ 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈൻസ് വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡിസൈൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് പോലെ കിട്ടി. അതിൽ ക്രോസ് ആയിട്ടൊരു ലൈന് കൊടുക്കുക, പിന്നെ അതിൻ്റെ സെൻറ്ററിൽ കൂടി വേറൊരു ലൈന് കൊടുക്കുക. അതായത് നമ്മൾ ഡിസൈൻ പെട്ടെന്ന് തുന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്, 4 സ്ട്രാൻഡ്സ് ആക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് ക്രോഷറ്റ് ത്രെഡാണ്. ക്രോഷറ്റ് ത്രെഡ് വെച്ച് നമ്മൾ ഇതിന് മുമ്പും ഡിസൈൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡേസി ലേസി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇതിൽ ഫ്ലവർ തുന്നി കൊടുക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലായിടത്തും ഈ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നടുക്കൊക്കെ നമ്മൾ 4 പെറ്റൽസ് വെച്ച് കൊടുത്തിട്ട് സൈഡിലൊക്കെ 3 പെറ്റൽസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ നടുക്ക് വല്ല മുത്തോ അതോ സീക്വൻസൊക്കെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പും ഫ്ലവറൊക്കെ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാഞ്ഞത്. പിന്നെ അടുത്തത് ഞാനിതിൻ്റെ നടുക്ക് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്, ക്രോഷേ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിലും ഞാൻ 4 സ്ട്രാൻഡ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡിസൈൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ നടുക്ക് ഞാൻ ഒരു വൈറ്റ് കളർ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇനി ഗോൾഡൻ കളർ ബീഡോ അല്ലെങ്കിൽ സീക്കനോ ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇനി അത് തുന്നി കൊടുക്കുന്നതിന് പകരം ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ ഏത് പ്രായക്കാർക്കും മാച്ച് ആവുന്നൊരു ഡിസൈനും കൂടിയാണിത്. പിന്നെ പാർട്ടി വെയർ ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം, അല്ല ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈന് കൊടുക്കാൻ പറ്റും. അപ്പോൾ എടുക്കുന്ന ക്ലോത്തിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ അത് ഭംഗിയുണ്ടാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്